അപ്പോൾ നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുവാണ്. ഇനി നമുക്കൊരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകണം. എന്നിട്ട് ഒരു 5-6 മണിക്കൂർ നമുക്കിത് കുതിർക്കാൻ വെക്കണം. അരി നന്നായിട്ട് കുതിരണം, അപ്പോൾ തന്നെ നമ്മുടെ നെയ്യപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കുക. അപ്പോൾ ഇത് കുതിരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അരി വെള്ളത്തിലിട്ടിട്ടൊരു 5 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 350 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് വ്യത്യാസം വരും. നമ്മൾ ശർക്കര പാനിയിലാണ് നമ്മുടെ അരി അരച്ചെടുക്കേണ്ടത്. ചൂടാറിയിട്ട് വേണം നമുക്കിത് അരിയിലൊഴിച്ച് അരച്ചെടുക്കാൻ. ഇനി നമുക്ക് നമ്മുടെ ശർക്കരയിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. അപ്പോൾ അതാ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ട് ആറട്ടെ. ആറി കഴിഞ്ഞിട്ട് നമുക്ക് അരിയുടെ കൂടെ അരച്ചെടുക്കാം. ഇപ്പോൾ അതാ ഒരു 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അരി വെള്ളത്തിലിട്ടിട്ട്. ഞാനതൊരു അരിപ്പയിലേക്ക് മാറ്റിക്കുവാണ്. ഇതിൻ്റെ വെള്ളമൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. വെള്ളം ഒട്ടും കാണാൻ പാടില്ല. നന്നായിട്ട് വെള്ളം വാർന്നു പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഇത് അരച്ചെടുക്കാൻ പാടുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ശർക്കരപ്പാനിയുടെ ചൂടും ആറിയിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ബൗൾ എടുക്കാം. നമുക്ക് 2 ബാച്ചായിട്ട് നമ്മുടെ അരി അരച്ചെടുക്കാം. ഇനി നമ്മുടെ ശർക്കരപ്പാനിയിൽ നിന്നൊരു 1/2 ഭാഗത്തോളം ശർക്കരപ്പാനി നമ്മുടെ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് 1/2 ഭാഗത്തോളം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അരി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഒത്തിരി ഫൈനായിട്ട് അങ്ങ് അരയ്ക്കരുത്. ചെറുതായിട്ടൊരു തരിതരിപ്പ് വേണം. നമ്മൾ പുട്ടുപൊടിയുടെ ഒക്കെ ഒരു തരിതരിപ്പുണ്ടല്ലോ, അതേപോലെ തരിതരിപ്പ് ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം കിട്ടുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതാ നമ്മുടെ ആദ്യത്തെ ബാച്ച് അരച്ചെടുത്തു. ഇതാ ചെറിയൊരു തരിതരിപ്പോടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ചെറുതായിട്ടൊരു തരി ഫീൽ ചെയ്യണം. അതാണ് അതിൻ്റെ പരുവം. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി അടുത്ത ബാച്ച് നമുക്ക് ഇതേപോലെ തന്നെ അരച്ചെടുക്കാം. അരി ചേർത്ത് കൊടുത്തു. ശർക്കരപ്പാനിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ മാവ് ഒത്തിരി അങ്ങ് ലൂസാകരുത്. അതിനനുസരിച്ച് വേണം പാനി ചേർത്ത് കൊടുക്കാൻ. ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതും അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മുടെ രണ്ടാമത്തെ ബാച്ചും അരച്ചെടുത്തുകൊണ്ട് വന്നു. ചെറുതായിട്ടൊരു തരിതരിപ്പോടെ അരച്ചെടുത്തു. ഇനി നമ്മുടെ നെയ്യപ്പത്തിൻ്റെ അകം നന്നായിട്ട് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുന്നുണ്ട്. മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ആയാലും മതി. പക്ഷേ ഒത്തൻറ്റിക്കായിട്ട് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ ഇത് രണ്ടും ചേർക്കാറില്ല. അപ്പം നിങ്ങൾക്ക് അകത്ത് നല്ല സോഫ്റ്റായിട്ട് വേണമെങ്കിൽ മാത്രം ഇത് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാം. 3 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സി ബൗളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. മൈദയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. മൈദ ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കറക്കിയെടുത്തു. ഇത് നമുക്ക് നമ്മുടെ മാവിൻ്റെ കൂട്ടത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ദോശമാവിനെ കഴിഞ്ഞും കുറച്ച് കട്ടി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഇഡ്ഡലി മാവിൻ്റെ അത്ര തിക്നെസ് ഉണ്ടാകാൻ പാടില്ല. ആ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവിരിക്കേണ്ടത്. ഇത് ഫെർമെൻറ്റേഷനൊക്കെ കഴിയുമ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനം കൂടി ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് ജീരകം കടിക്കുന്ന ഇഷ്ടമാണെങ്കിൽ മാത്രം ഒരു 1/4 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കറുത്ത എള്ള് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യുടെ ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതിനായിട്ട് നമുക്കിതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മധുരമുള്ള എന്തുണ്ടാക്കിയാലും കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കൊരു 10-12 മണിക്കൂർ ഫെർമെൻറ്റേഷന് വേണ്ടി വയ്ക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം കിട്ടുള്ളൂ. ഞാനിത് നാളെ രാവിലെ ഒരു 8-8:30 ആകുമ്പോഴാണ് ഉണ്ടാക്കുന്നത്. അതുവരെ നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും വച്ചിരിക്കണം. ഏറ്റവും നല്ലത് ഓവർനൈറ്റ് വയ്ക്കുന്നതാണ്. ഇനി ഇത് ഞാൻ അടച്ചു വയ്ക്കാൻ പോവുകയാണ്. നമുക്ക് നാളെ രാവിലെ ഇത് ചുട്ടെടുക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ പിറ്റേ ദിവസം ആയിട്ടുണ്ട്. ഒരു 8 മണി കഴിഞ്ഞു. നമുക്ക് തുറന്നു നോക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കണില്ല. നമുക്ക് ഒഴിക്കുമ്പോൾ സുഖമായിട്ട് ഒഴിക്കാൻ പറ്റണം. ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഒരു പാത്രം ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. നമ്മുടെ നെയ്യപ്പം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ശരിക്കും നമ്മൾ നെയ്യിലാണ് നെയ്യപ്പം ഉണ്ടാക്കണത്. അത് കുറച്ച് എക്സ്പെൻസീവ് അല്ലേ. അതുകൊണ്ട് ഒന്നെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യുക, അതും അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതൊഴിച്ച് കൊടുക്കുക. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ചൂടാകണം. ചൂട് കുറവാണെങ്കിൽ നമ്മുടെ നെയ്യപ്പം ഒഴിക്കുന്ന പാടെ അങ്ങ് പൊട്ടിപ്പോകും. അപ്പം നന്നായിട്ട് ചൂടാകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒത്തിരി അങ്ങ് ചൂടാകരുത്. ഒത്തിരി ചൂടായാൽ ഒഴിക്കുന്ന പാടെ അങ്ങ് കരിഞ്ഞു പോകും. ഒരു സ്പൂണിൽ കുറച്ച് മാവൊന്ന് ഒഴിച്ച് നോക്കാം ചൂടായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. ചൂടായിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അങ്ങ് പൊങ്ങി വരും. ചൂടായിട്ടുണ്ടോ നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാം. മാവ് ഇളക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുക്കുക. മാവ് തനിയെ പൊന്തി വന്നത് കണ്ടോ? പൊന്തി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. പൊന്തി വന്ന ഉടനെ തിരിച്ചിട്ട് കൊടുക്കരുത്. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുത്താൽ മതി. കുറച്ച് എണ്ണയൊന്ന് മുകളിലോട്ട് കോരി ഒഴിച്ച് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റ് എടുക്കും. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ അത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇതേപോലെ തന്നെ ബാക്കി മാവും നമുക്ക് ചുട്ടെടുക്കാം. 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം കിട്ടും. ഒന്ന് നമ്മൾ അരച്ചെടുക്കുന്ന മാവിൻ്റെ കൺസിസ്റ്റൻസി. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എണ്ണയുടെ ചൂടാണ്. നന്നായിട്ട് ചൂടായിട്ട് മാത്രം മാവ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാടൻ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും. അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.